ഒറ്റയ്ക്ക് കിണർ കുത്തി നാടിന് ജീവജലമൊരുക്കുകയാണ് കരിവെള്ളൂർ പുത്തൂരിലെ കുടുക്കേൻ പത്മനാഭൻ. ഇപ്പോൾ പത്മനാഭൻ കുത്തുന്നത് 204-ാമത്തെ കിണറാണ്. ഒറ്റയ്ക്കൊരാൾ കിണർ കുത്തുന്നത് അത്ര പരിചിതമായ കാഴ്ചയൊന്നുമല്ല. കരിവെള്ളൂർ പുത്തൂരിലെ കുടുക്കേൻ പത്മനാഭൻ ഒറ്റയ്ക്ക് കിണർ കുത്താൻ തുടങ്ങിയിട്ട് 54 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇപ്പോഴും പത്മനാഭൻ കിണർ കുത്തുന്ന തിരക്കിലാണ്. അതും കുഴൽക്കിണറുകൾ സർവ്വവ്യാപിയായ പുതിയ കാലത്ത്. 68 വയസ്സായി ഇദ്ദേഹത്തിന്. അച്ഛന്റെ കൂടെയാണ് ആദ്യമായി കിണർ കുഴിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടത്. പിന്നീട് അതൊറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. മണ്ണ് വലിച്ചു കയറ്റാൻ ഒരാളുടെ സഹായം തേടും. ചിലപ്പോൾ ഭാര്യ ശാന്ത സഹായിക്കും. ഇപ്പോൾ മരുമകൻ ഗംഗാധരനാണ് സഹായി. പത്മനാഭൻ കുഴിച്ച കിണറുകളിലെ മിനുക്കുപണികളെല്ലാം തന്നെ ഇദ്ദേഹമാണ് ചെയ്യുക. ഒരു കിണർ കുഴിക്കാനുള്ള സ്ഥലത്തെത്തിയാൽ പത്മനാഭൻ അറിയാം എത്ര കോലിൽ വെള്ളം കാണുമെന്ന്. അത് ഇതുവരെ തെറ്റിയിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ ഒരു 14 വയസ്സ് മുതൽ അച്ഛൻ്റെ ഒന്നിച്ചു കൂടി ഇങ്ങനെ കിണർ പണി തുടങ്ങി. അപ്പോൾ ആദ്യം ചെറിയ പ്രായത്തിലാണ്ട് മേലെ നിന്ന് മണ്ണ് എടുത്ത് തട്ടും. അച്ഛൻ അടിയിൽ നിന്ന് കളിച്ച് കോരിയിട്ട് വലിച്ചു തരും. അപ്പോൾ അവിടുന്ന് കുറച്ച് കാലം 2-3 കൊല്ലം കഴിയുമ്പോൾ കിണറിലിറങ്ങി കളിക്കാൻ പറഞ്ഞു. അങ്ങനെ കളിച്ചു. അവിടുന്ന് പിന്നെയും കുറച്ച് കാലം കഴിയുമ്പം പടയര പണിയെല്ലാം എടുക്കാൻ പറഞ്ഞു. അതെല്ലാം അങ്ങനെ പഠിച്ചു. അതിന് ശേഷം ഒറ്റക്കന്നെ കിണർ കുഴിക്കാൻ തുടങ്ങി. കിണർ കുഴിച്ച് നമ്മുടെ നാട്ടിലും അടുത്ത പ്രദേശങ്ങളിലെല്ലാം ഏകദേശം കൊടക്കാട്ട്, ആലപ്പുഴമ്പ്, പുത്തൂർ, ചീമേനി ഇങ്ങനെ പ്രദേശങ്ങളിലെല്ലാം കിണർ കുഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുഴിച്ചുകൊണ്ട് നിൽക്കുന്നത് 204-ാമത്തെ കിണറാണ്. സഹായികളായിട്ട് 2 അനുജന്മാരുണ്ടായിന്. അവർ ഓരോരാൾ ഓരോരോ പണിക്ക് ഇങ്ങനെ മാറിപ്പോകുമ്പം ഇപ്പം മരുമകനുണ്ട് ഗംഗാധരൻ. ഇപ്പോൾ അനിയും കൂട്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. പുത്തൂർ, കൊടക്കാട്, ചീമേനി, ആലപ്പടമ്പ് എന്നിങ്ങനെയുള്ള ദേശങ്ങളിലെല്ലാമായിട്ടാണ് കിണറുകൾ കുഴിച്ചിട്ടുള്ളത്. 204-ാമത്തെ കിണർ കുഴിക്കുന്നത് പുത്തൂർ അമ്പലം മൈതാനിയിലെ ഒരു വീട്ടിലാണ്. കുഴിച്ചു പോകുമ്പോൾ തന്നെ കല്ലുണ്ടെങ്കിൽ ചെത്തിപ്പോകുന്നതാണ് പത്മനാഭന്റെ രീതി. കുഴൽക്കിണറുകളിലെ ജലത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പുതിയ കാലത്ത് കിണറുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.